നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പറയാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കാല് കഴുകി റീൽസ് എടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് 26/8/2025 ഗുരുവായൂർ അമ്പലത്തിൽ പുണ്യാഹശുദ്ധി വരുത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈവനിങ് ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഭക്തർക്ക് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ള ഒരു വാർത്തയും അറിയാൻ കഴിഞ്ഞു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഉദിച്ച കുറേ ചോദ്യങ്ങളാണ്. അതുപോലെ അവിടെ മുന്നേ കണ്ടുവന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് കാര്യം കൂടെ പറയാം. കാരണം ഏകദേശം എൻ്റെ ഒരു കുഞ്ഞുനാൾ മുതൽ തന്നെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുന്ന ഒരു വലിയ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 5-6 വർഷം എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരപ്പനെ തൊഴാനുള്ളൊരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 15 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഗുരുവായൂർ അമ്പലവും എൻ്റെ വീടുമായിട്ട് ഉള്ളൊരു ദൂരം ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാം കുഞ്ഞുനാളിൽ സൈക്കിൾ ചവിട്ടിയിട്ടൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോവാറുണ്ടായിരുന്നു. ഞാനീ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഭക്തർക്ക് മനോവിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ മനസ്സ് വേദനിക്കരുത്. കാരണം എൻ്റെ ചോദ്യങ്ങൾ എൻ്റെ അത്രയും ഞാൻ ചിന്തിച്ച് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ബാഹ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഒരു ഹിന്ദു ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള ആള് ഹിന്ദു ആചാരങ്ങളെ ലംഘിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഇതൊരു ആളിക്കത്തിക്കാനോ അല്ലെങ്കിൽ ഇതൊരു വർഗീയമായിട്ട് കാണാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ ബാഹ്യമായ കാര്യങ്ങളോടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ഈ 2 രീതിയിലാണല്ലോ ഈ ഭക്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാം. അതായത് ഭക്തി എന്ന് പറയുന്നത് എപ്പോഴും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആത്മീയത അല്ലെങ്കിൽ ഭക്തി എന്താണെന്നും ഭഗവാൻ എന്താണെന്നും അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോഴും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ തോന്നാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബാഹ്യമായി നടക്കുന്ന കാര്യങ്ങളോടുള്ള ചോദ്യങ്ങളും പ്രശസ്തമാണ് എന്ന് ഞാൻ കരുതുന്നു. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മുസ്ലിം, നിങ്ങൾ പറയുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് തലയിൽ തട്ടമിട്ട് വന്ന് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അവർ വരച്ച ചിത്രം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വെച്ച്. ആ ഫോട്ടോ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരതിനു വേണ്ടിയിട്ടാണ് നൽകിയത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ വരച്ച ചിത്രം ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിനകത്ത് അല്ലെങ്കിൽ ചുറ്റമ്പലത്തിനകത്ത് പ്രവേശിപ്പിക്കുന്നു. അവിടെ ആ ചിത്രത്തിന് അശുദ്ധിയില്ലേ? ആ ചിത്രം നിങ്ങൾ പുണ്യാഹശുദ്ധി വരുത്തിയിട്ടാണോ അവിടെ വെക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതുപോലെ തന്നെ ബന്ധപ്പെട്ടിട്ട് ഒരു റെനീഷ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ഡാൻസറും മുമ്പ് റീൽസ് ചെയ്തിരുന്നു. അത് വലിയ വിവാദമൊന്നും ആയില്ല, അവർ അതുപോലെ പോയി എന്നുള്ളതാണ്. പിന്നെ ജസ്ന സലീമിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാം. അവർ ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്ത ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് കേക്ക് മുറിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ കേക്ക് എന്ന് പറയുന്നത് വെജിറ്റേറിയൻ അല്ല. ഗുരുവായൂർ അമ്പലത്തിൽ കൂടുതലും വെജിറ്റേറിയൻ ആണ്. അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളാണ് അവിടെ വരിക, അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് ഒരിക്കലും വെജിറ്റേറിയൻ അല്ലല്ലോ. അതിനകത്ത് അത് ഉണ്ടാക്കുന്നത് മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഭക്ഷണ പദാർത്ഥം ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വന്ന് മുറിക്കാനുള്ള ഒരു ബുദ്ധിയില്ലായ്മയാണ് അവർ കാണിച്ചത്. അപ്പോൾ കൃഷ്ണനെ എത്രമാത്രം അവർ അറിയുന്നു എന്നുള്ളത് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആഴത്തിലുള്ള അറിവില്ലാതെയാണ് അവരിതെല്ലാം ചെയ്തു കൂട്ടിയത് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ കാര്യം, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഗാനഗന്ധർവനായിട്ടുള്ള നമ്മുടെ എല്ലാം ഇഷ്ട ഗായകനായിട്ടുള്ള സാക്ഷാൽ ദാസേട്ടനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കയറ്റുകയോ അവിടെ ഒരു ഗാനം ആലപിക്കാൻ അനുവദിക്കുകയോ ചെയ്യില്ല എന്നതായിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഹിന്ദുവല്ല എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗുരുവായൂർ അമ്പലം നിൽക്കുന്ന, അതായത് ഗുരുവായൂരം നിയോജക മണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് ജനം തെരഞ്ഞെടുക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹമാണ് അവിടെ MLA ആവുന്നത്. അതായത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് MLA ആവുന്നത്.
ഇതേ MLA ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കയറി ഇരിക്കുകയും അവിടെ കുറേ നേരം നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും ഭഗവാന്റെ 2 വരി മൂടാൻ കഴിയാത്തത് കൊണ്ടാ തോന്നുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയാത്തത് കൊണ്ട് അവരത് പാടാറില്ല. അവർക്കറിയുമെങ്കിൽ 2 വരി ഗാനം ആലപിച്ചിട്ടാണ് അവർ പ്രസംഗം നടത്തുന്നത് എങ്കിൽ ഗുരുവായൂരപ്പൻ അവിടുന്ന് എണീറ്റ് പോകുമോ? എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ MLA ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രസംഗിച്ച് ഇറങ്ങി പോയതിന് ശേഷം അവിടെ ഇതുപോലെ പുണ്യാഹ ശുദ്ധി വരുത്താറുണ്ടോ? അതും അറിയില്ല. അറിയണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ പിന്നെ ഈ ഒരു ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആളിലേക്ക് വരാം. അവർ ചെയ്തത് കുളത്തിൽ കാല് കഴുകുക എന്നുള്ളതാണ്. എന്താണ് കുളം? 1000 കിണറുകൾക്ക് അല്ലെങ്കിൽ 1000 കിണറുകൾ നമ്മൾ നിർമ്മിക്കുന്നതിനേക്കാൾ പുണ്യമാണ് നമ്മളൊരു കുളം നിർമ്മിക്കുന്നത് എന്നതാണ്. കാരണം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ദാഹജലം ലഭിക്കും. അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാൻ പറ്റും. മാത്രമല്ല കുളത്തിൽ ഒരുപാട് ജീവികൾ വേറെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് പുണ്യ നിറഞ്ഞ ഒരു കാര്യമാണ് ഒരു കുളം നിർമ്മിക്കുക എന്നുള്ളത്. കുളം എങ്ങനെയാണ് അശുദ്ധിയാവുന്നത്? മനസ്സിലാവുന്നില്ല. പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു കുളം ക്ഷേത്രത്തിലേക്ക് കയറുന്നതിനെക്കാട്ടി മുമ്പ് നമ്മുടെ പാദങ്ങൾ ശുദ്ധിയാക്കി കയറണം എന്നുള്ള ഒരു സങ്കല്പത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുളം എങ്ങനെയാണ് സാർ അശുദ്ധിയായി മാറുന്നത്? അതറിയില്ല. ഇപ്പൊ കോടതി വിധി വന്നു അവിടെ റീൽസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എത്ര ആൾക്കാർ അവിടെ വന്ന് റീൽസ് ചെയ്യുന്നു? സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹൈക്കോടതി അല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഗുരുവായൂരപ്പനെ അത്രയും അടുത്ത് അറിയുന്ന ആളുകൾക്ക് ഭഗവാൻ എന്തെങ്കിലും ഒരു കരുണ കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിക്കും. ഇപ്പൊ ഇവിടെ വന്ന് റീൽസ് ചെയ്ത ഒരാൾക്കും അതാണ് സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയധികം സെക്യൂരിറ്റികൾ, ഇത്രയധികം പോലീസുകാർ, കുറെ പേര് അവിടെ തൂക്കും പിടിച്ചു നിൽക്കുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു അഹിന്ദുക്കൾക്ക് ഇതിനകത്ത് പ്രവേശനമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ജാസ്മിൻ ജാഫറിന് അതിനകത്ത് കയറാൻ സാധിച്ചു. അവിടെ റീൽസ് എടുക്കാൻ സാധിച്ചു. ആരും തടയാൻ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവരൊരു മതവർഗീയവാദിയായി ചിത്രീകരിക്കപ്പെടുകയാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ മുമ്പ് പറഞ്ഞ സംഭവങ്ങളൊക്കെ ആ രീതിയിൽ ചിന്തിക്കാലോ. അത് വർഗീയതയല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ഇതിനെ ബാഹ്യമായി ചിന്തിച്ച് ഒരു കച്ചവടവൽക്കരിക്കുന്ന രീതിയിൽ ആളുകൾ ഒറ്റയടിക്ക് ബാഹ്യമായി പറയും. എന്തിനാണ് ജാസ്മിൻ ജാഫറിന് വേറെ സ്ഥലങ്ങൾ കണ്ടില്ലേ, അവർക്ക് പള്ളിയിൽ പോയി ഇത് ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പള്ളിയിൽ പോയി ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ പള്ളിയിൽ പോയി ചെയ്യും. ഇത് എന്താണ് ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങൾ ഭക്തിപരമായിട്ടേ അല്ല, ആത്മീയമായിട്ടേ ഉള്ള കാര്യങ്ങളല്ല. അവിടെ ഫുള്ള് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രമോഷനാണ് നടക്കുന്നത്. അപ്പോ അങ്ങനെ പ്രമോഷൻ നടക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഇതുപോലത്തെ ചിന്തകൾ ഉണരും. ഭഗവാനെ കാണണമെന്ന് തോന്നും. അങ്ങനെ ആത്മാർത്ഥമായി ഉള്ളിൽ തോന്നുന്നവര് അവിടെ എത്തും. ഇതാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മൾ ചോദിക്കും എന്താ ഗുരുവായൂർ അമ്പലത്തിൽ ഇത്ര പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവം എന്ന് ചോദിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ജനവിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാവും. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എന്നെങ്കിലും വരണം എന്ന് വിചാരിക്കുന്നു, വരുന്നു എന്ന് കരുതുക. അതിന്റെ ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. എന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചുറ്റമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുത് വരുമ്പോൾ അവിടെ ചന്ദനം കൊടുക്കുന്നുണ്ടാവും. ആ ചന്ദനം നിങ്ങളൊന്ന് എടുത്ത് നെറ്റിയിൽ തൊടുക. എന്നിട്ട് ശേഷം ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഈ 1 മണിക്കൂർ മുമ്പ് എടുത്ത നിങ്ങളുടെ ഫോട്ടോയും ഈ ചന്ദനം തൊട്ടതിന് ശേഷം നിങ്ങളെടുത്ത ഫോട്ടോയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. അപ്പോൾ ഈ ചന്ദനം ഇട്ട നിങ്ങൾ എന്താണോ അതാണ് ഗുരുവായൂരപ്പൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റം, നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു പ്രസന്നത, ഇതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ അങ്ങനെ അവിടെ എത്തുക, അല്ലെങ്കിൽ ആ ഒരു ചുറ്റുവട്ടത്ത് എത്തുക എന്നൊക്കെ പറയുന്നത് ഒരു ദൈവികമായ ഒരു പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ പുണ്യാഹശുദ്ധി നടത്തി ഇത് കുറേ ആളുകൾക്ക്, കുറേ ബാഹ്യമായി ചിന്തിക്കുന്നവർക്ക് ഇതൊരു വലിയ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവും. അത് ഭഗവാന്റെ
തിരുനടയിൽ വരുന്നവർക്ക് ഒരു വിഷമം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം. അല്ലാതെ ശ്രീകോവിലിനകത്ത് പരബ്രഹ്മമായ സാക്ഷാൽ ഗുരുവായൂരപ്പന് അവിടെ ഒരു പെൺകുട്ടി വന്ന് കാല് കഴുകിയതുകൊണ്ട് അദ്ദേഹത്തിന് മാനസിക വിഷമമുണ്ട് എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാവരുത് നമ്മൾ എന്നാണ് പറയാനുള്ളത്. അതായത് ഹരിനാമ കീർത്തനം, എഴുത്തച്ഛൻ എഴുതിയ ഹരിനാമ കീർത്തനത്തിന്റെ അവസാന 4 വരികളിലെ ആദ്യത്തെ 2 വരി ഇങ്ങനെയാണ്: മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ട് വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി എന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം. ഒന്നില്ലെങ്കിൽ ഹരിനാമ കീർത്തനത്തിന്റെയോ ജ്ഞാനപ്പാനയുടെയോ ഒക്കെ ബേസിൽ, അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ഭഗവാനെ കാണാൻ ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ആർക്കെങ്കിലും ഈ ഒരു ചോദ്യങ്ങൾ, മാനസിക പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്തയെ ഉണർത്താനും എൻ്റെ ഉള്ളിലുള്ള ചിന്ത പങ്കുവയ്ക്കുകയുമാണ് ചെയ്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.